ആലപ്പുഴ നൂറനാട് ITBP വിവേക് കുമാർ പാണ്ഡെ 27ാം ബറ്റാലിയൻ 64ാമത് റേസിംഗ് ഡേ ആഘോഷിച്ചു. നൂറനാട് ITBP ക്യാമ്പിൽ ഡെപ്യൂട്ടി കമാൻഡന്റ് ലിയോ മാത്യു കുര്യൻ ഫ്ളാഗ് ഉയർത്തി ഫോഴ്സ് അംഗങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. റേസിംഗ് ഡേയുടെ ഭാഗമായി വിവിധ സേവനം നൽകിയിട്ടുള്ള ഓഫീസർമാരുൾപ്പെടെ 18 സൈനികർക്ക് സേവക മെഡൽ നൽകലും സൈനിക പരേഡും സൈനികരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വിവിധ പരിപാടികളും നടന്നു. കേരളത്തിലുള്ള ITBP ക്യാമ്പ് ആലപ്പുഴ ജില്ലയുടെ തെക്ക് കിഴക്കൻ മേഖലയായ നൂറനാട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അസിസ്റ്റന്റ് കമാൻഡന്റ് ബെന്നി ജോസ് പരേഡിന് നേതൃത്വം നൽകി. അറുപത്തിനാലാം റേസിംഗ് ഡേ ബൽ സ്ഥാപനാ ദിവസമാണ് ഇന്ന് ഒക്ടോബർ 24-ാം തീയതി നാം ഇവിടെ 27ാം ബറ്റാലിയൻ ITBP നൂറനാട് ക്യാമ്പസിൽ ഇപ്പോൾ ആചരിച്ചത്. 1962 ഒക്ടോബർ 24-ാം തീയതി ഇന്ത്യയും ചൈനയുമായുള്ള യുദ്ധസമയത്താണ് ഇന്ത്യ ചൈന ബോർഡർ ഗാർഡ് ചെയ്യാൻ ഒരു സ്പെഷ്യലൈസ്ഡ് ഗറില്ല ഫോഴ്സ് എന്ന രീതിയിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൻ്റെ സ്ഥാപനം ഉണ്ടായത്. അതിനുശേഷം ഇന്ന് ഇന്ത്യ ഒട്ടാകമായി 65ഓളം വിവിധ ഫോർമേഷൻസിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് സേവനം ചെയ്യുന്നു. ബോർഡർ ഗാർഡിങ്ങിനോടൊപ്പം തന്നെ ആൻറ്റി നക്സൽ ഓപ്പറേഷൻസ്, ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഓപ്പറേഷൻസ്, VIP സെക്യൂരിറ്റി എന്നിങ്ങനെ വിവിധ തരം മേഖലകളിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അതിൻ്റെ വെന്നിക്കൊടി പാറിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ ഏവർക്കും റേസിംഗ് ഡേ പരേഡിൻ്റെയും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മുഴുവൻ ഹിംവീർ ഫാമിലിയുടെയും ശ്രീ വിവേക് കുമാർ പാണ്ഡെ കമാൻഡൻറ്റ് 27ാം ബറ്റാലിയൻ ITBPയുടെ പേരിലും അഭിനന്ദനങ്ങൾ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.